സ്വന്തം കഴിച്ച് നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് കഴിച്ച് നമ്മൾ നേരെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ കഴിച്ച് നമ്മൾ ഇന്ന് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രൂ വീഡിയോ ആണ് കഴിച്ച് കേൾക്കാനായിട്ട് പോകുന്നത്. ഞാനൊരു സെലിബ്രിറ്റിയൊക്കെ അല്ലേ, ഒന്ന് ഇറങ്ങാം. ഞാൻ പൊന്നു പോടെ പവറാണ്, ഞാനൊരു സെലിബ്രിറ്റിയാണ്. എൻ്റെ കയ്യിലായിരുന്ന വണ്ടി ഡിഫൻഡർ, എൻ്റെ പൊന്നു മണി കഴിച്ചു. നമ്മൾ ഇന്നലെ എടുത്ത ഒരു ഡിഫൻഡറല്ല, പിറ്റേന്നെടുത്ത ഒരു ഡിഫൻഡർ ആയിരുന്നു. അപ്പോൾ ഞാൻ നേരെ ഡിഫൻഡർ എടുത്തിട്ട് ഒന്ന് വെളിയിലോട്ടൊന്ന് പോകുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നേരെ ഡിഫൻഡർ എടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഞാൻ നേരെ വെളിയിലോട്ട് ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, നമുക്ക് നേരെ വെളിയിലോട്ടൊന്ന് പോയി നോക്കാം വല്ല പരിപാടി ഉണ്ടാകുന്നു. ഓക്കെ, നമ്മളായിരുന്നാൽ വീഡിയോ എടുക്കുന്ന ഒരു സെലിബ്രിറ്റിയാണ് ഗൈസ്. എസ് കെ കിങ് ഓഫ് ഗെയിം എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. അപ്പം എല്ലാവരും പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ ഞാനായിരുന്ന വീഡിയോ എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഡിഫൻഡറൊക്കെ ഉണ്ട്. ഞാൻ നേരെ പോകാനായിട്ട് വിചാരിച്ചിരിക്കണം ഒന്ന് വെളിയിലോട്ട്. ഗൈസ്, ദാണ്ടെ ഇവിടെ നല്ല വണ്ടികളൊക്കെ ഫോർച്യൂണറൊക്കെ പോകുന്നുണ്ട്. ഞാൻ നേരെ ഡിഫൻഡറായിട്ട് പോകണുണ്ട് ഗൈസ്. ഓക്കെ, അയ്യോ എൻ്റെ മച്ചേ അടിച്ച് ഡിഫൻഡർ കൊണ്ടുപോയി തൊലച്ച്. എപ്പോഴും ഒരു വണ്ടി ആകുമ്പോൾ അങ്ങനെ തന്നെ കഴിച്ചു. ഡോറൊക്കെ പോയി, പ്രശ്നമില്ല, നമുക്ക് ഓടിക്കാം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടയായിട്ട് പോലീസിന് ഇച്ചിരി പ്രശ്നമാണെന്ന് അറിയുന്നു. പക്ഷേ ഈ പോലീസ് എന്തുവാണ് റൂളൊന്നും മാറ്റാത്തത് എന്നാണ് എനിക്കൊരു എത്തും പിടിയും കിട്ടാത്തത്. ഓക്കെ, നമുക്ക് ഇതാണ്ടേ ഇത് എൻ്റെ ഒരു പണ്ടത്തെ വീടാണ്. അപ്പം ആ പണ്ടത്തെ വീടിൻ്റെ വെളിയിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്ന് ഒരാളെ കാണാനായിട്ട് പോകണം. ഓക്കെ, ഇതാണ്ട് ഇയാളാണ്. ഹലോ, ഡേയ് യൂട്യൂബർ എസ് കെ കിങ് ഓഫ് ഗെയിം. ചേട്ടാ നിങ്ങൾ വന്നോ? ഞാൻ വിചാരിച്ചതേ ഉള്ളൂ ചേട്ടാ നിങ്ങൾ വരുമെന്ന്. ബാക്കിൽ ഓടി വരുന്നുണ്ട്. ചേട്ടാ എന്താണ് നിങ്ങൾ എല്ലാം എൻ്റെ കൂടെ ഓടാ വരാടാ. എന്തുവാ പരിപാടി ചേട്ടന്? എടാ എന്നെ അറിഞ്ഞൂടെ, ഞാൻ എസ് കെ കിങ് ഓഫ് ഗെയിം. ഞാൻ മറന്നേ പോയി. എന്തുവാടാ പരിപാടി? എന്ന് വെച്ച് കഴിഞ്ഞാലില്ലേ, ഞാൻ ചുമ്മാ ഇങ്ങനെ ഒന്ന് നടക്കുകയായിരുന്നു. അപ്പം ഈ ചേട്ടൻ വന്നത്. എനിക്കെന്നാ വല്ല പണിയും കിട്ടുമെന്നൊന്ന് അറിയണം. ചേട്ടാ ഒരു പണി കിട്ടും, അഡ്വഞ്ചറസ് സാധനമാണ് ചേട്ടാ. എൻ്റെ പൊന്നു മോനെ, എന്തരാണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്തൊരു സാധനം. ഇവനൊക്കെ എന്തിനേ? ഇവന് വട്ടാണെന്നാണ് ഗൈസ് തോന്നുന്നത്. എന്തൊരു അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യമൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ അപ്പോൾ എന്തിനാണെന്ന് എനിക്ക് ഒരെത്തും പിടിയില്ല ഗൈസ്. ഇവരെന്തിനാണ് പറയുന്നത്? അഡ്വഞ്ചറസ് റൈഡാണ് ചേട്ടാ. എന്തിനാ ഒന്നും മിണ്ടാത്ത ചേട്ടാ? അത് പറയുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ് ചേട്ടാ. എന്തിനാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ജുറാസിക് പാർക്കാ ഇവിടെ എവിടെയോ ഒരു ജുറാസിക് പാർക്ക് ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ഈ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ജുറാസിക് പാർക്ക് ഇറങ്ങുന്നത്. അത് അവിടെയുള്ള കുറേ ജീവികളൊക്കെ ഉണ്ട്. അവിടെ കുറേ എന്തുവാ കുറേ നമുക്ക് ഡൈനോസർ അങ്ങനത്തെയൊക്കെ സാധനത്തിനൊക്കെ കാണാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കിടത്ത് പിടിയില്ല, ഞാൻ അതുവരെ അവിടെ പോയിട്ട് പോലുമില്ല. അവിടെ ഡൈനോസറും ഡിനോസറൊക്കെ ഉണ്ടാവുന്നൊക്കെ എനിക്കൊന്ന് നോക്കണം. അപ്പോൾ ചേട്ടന് ഗൺ തരാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ ഇച്ചിപ്പൂല ഗണ്ണ് ഞാൻ ചേട്ടന് തരാം. ഓക്കേടാ? ഗൈസ്, അപ്പോൾ അവൻ എനിക്ക് ഗൺ തന്നിട്ടുണ്ട്. ഓക്കെ, നല്ല ഗൺസൊക്കെയാണ്. അവിടെ ജുറാസിക് പാർക്കിൽ പോയൊന്ന്
ഒന്ന് നോക്കണമെന്നാണ് പറയുന്നത്. ജുറാസിക് പാർക്കിൽ പോയി ഒന്ന് നോക്കണം, എന്നിട്ട് പോലീസിന് ഇത് കൊടുക്കണമെന്നാണ് പറയുന്നത്. പോലീസിന് നമ്മൾ ഇതാക്കി കൊടുക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ പോലീസിന് ജുറാസിക് വേൾഡിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മളെ പോലീസ് അപ്പൂപ്പൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്കൊരു പിടിയില്ല. അപ്പം എൻ്റെ ആ വീടിപ്പോൾ പോലീസ് അപ്പൂപ്പനാണ് എടുത്തേക്കുന്നത്. വലിയൊരു പോലീസ് അപ്പൂപ്പനാണ്. അപ്പൂപ്പനെന്നൊന്നും പറയാനായിട്ട് പറ്റൂല, എന്നാലും 50 വയസ്സൊക്കെ കാണും. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ നമ്മളെ എന്ത് ചെയ്യാം, ജുറാസിക് വേൾഡിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, ജുറാസിക് വേൾഡിലോട്ട് പോകാതൊരു കാര്യമില്ല ഗൈസ്. മറ്റേ ഓക്കെ, ജുറാസിക് വേൾഡിൽ പോകാതൊരു കാര്യവും ഇല്ല എന്നാണ്. ഓക്കെ, ഇപ്പം മറ്റേ ചേട്ടൻ ഉറങ്ങുകയാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ ചേട്ടൻ്റെ വീട്ടിൽ പോകണില്ല. നമുക്ക് നേരെ ജുറാസിക് വേൾഡ് തപ്പാനായിട്ട് പോകാം ഗൈസ്. എന്തിനാണ് ഇതൊന്നും പിടികിട്ടിയിട്ടില്ല. അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊക്കെയാണെന്നൊക്കെയാണ് അവൻ പറഞ്ഞത്. അപ്പം പക്ഷേ എനിക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ വരി പറഞ്ഞുകൂടാ. ഞാൻ യൂട്യൂബറാണ്, ഞാൻ USA-യിലായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് വന്നത്. അപ്പം ഞാനൊന്ന് നോക്കണം ഗൈസ്, ഇവിടെ എവിടെയൊക്കെയാണ് സ്ഥലമെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഡിഫൻഡറൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. ഈ ഇന്ത്യയിലായിരുന്ന വെച്ച് കൂടെ അപ്ഗ്രേഡാണ്. അതുകൊണ്ട് വേണ്ട ബുഗാട്ടിക്കാണ് അടുത്ത് കൂടെയൊക്കെ പോണത്. അപ്പോൾ അതുകൊണ്ട് ഞാനായിരുന്നു നേരെ പറപ്പിച്ച് വിട്ടിട്ടുണ്ട് ഗൈസ്. ഇവിടെ എങ്ങാണ്ടാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഗൈസ് ഇവിടെ തന്നെയാണ്, ആണോ തന്നെ ഗൈസ്? ഇവിടെ അതാണ്ട് നമ്മളെ റെയിൽവേ സ്റ്റേഷൻ കാണുന്നുണ്ട് ഗൈസ്. നമ്മൾ നേരെ ഓടിച്ച് വിടുന്നുണ്ട്. എനിക്കൊരു എത്തിപ്പിടിക്കുന്നത് കിട്ടുന്നില്ല ഗൈസ്, എന്തുവാ എന്നൊന്നും. ഓക്കെ ഗൈസ്, ഇവിടെ നോക്കുകയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ഗൈസ്. ട്രെയിൻ പോണ റെയിൽവേ സ്റ്റേഷൻ. അപ്പം നമുക്ക് ജുറാസിക് വേൾഡാണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ എന്തുവാ ഗൈസ്? കുറേ മരങ്ങളൊക്കെ ഉള്ള ഒരു മൗണ്ടെയിൻ പോലെ ഇരിക്കുന്ന ഒരു സ്ഥലം. ഒന്ന് പോയി നോക്കട്ടെ ഗൈസ്. നമ്മൾ ജുറാസിക് വേൾഡാണ് തപ്പുന്നത്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കിട്ടുമായിരുന്നു ഗൈസ്. ഇവിടെ ഒരു ഗേറ്റ്. ഓക്കെ, ഇവിടെ എന്തായാലും ഒരു ഗേറ്റ് ഉണ്ടല്ലോ. ഇതെന്തുവാ ഗൈസ്? ഇവിടെ ഒന്ന് ഇറങ്ങി നോക്കട്ടെ ഗൈസ്. ദാ ജുറാസിക് പാർക്ക് ഗൈസ്. ജുറാസിക് പാർക്ക് നിങ്ങൾ നോക്കിയേ, ജുറാസിക് പാർക്ക് ഗൈസ്. ജുറാസിക് പാർക്കാണ് ഗൈസ്. ഒന്നും പറയില്ല ഗൈസ്, ജുറാസിക് പാർക്ക് പോലെ ഇതുവരെ കയറിയിട്ടില്ല. നമുക്ക് ഏതെങ്കിലും ഒരു വണ്ടിയൊക്കെ കിട്ടണം ഗൈസ്. ഓക്കെ, നമുക്ക് ഡിഫൻഡറും കൊണ്ട് തന്നെ കയറാം. ജുറാസിക് പാർക്കിൻ്റെ ഗേറ്റൊക്കെ തുറക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, നമ്മളെ കയറ്റാനായിട്ട് നമുക്ക് ഡിഫൻഡർ കൊണ്ട് തിരിച്ച് നമ്മൾ കാണുമെന്ന് പോലെ നമുക്കൊരു എത്തിപ്പിടിയില്ല ഗൈസ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജുറാസിക് പാർക്കിലാണ് ഗൈസ് നിൽക്കുന്നത്. പിന്നെ ഒന്നും പറയല്ല ഗൈസ്, ജുറാസിക് പാർക്കിൽ നിന്ന് ഞാൻ പിടപെട് ചിലപ്പോൾ കാണത്തോലുമില്ല. അപ്പം അതുകൊണ്ടാണ് പ്രശ്നമായിട്ട് നമ്മൾ കയറാൻ പോണത്. അപ്പോൾ ഇവിടെ ഡിനോസറൊക്കെ ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അത് ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോലീസിന് കൊടുക്കാനായിട്ട്. ഗൈസ്, ഇവിടെ ആരെങ്കിലും കിട്ടിയാൽ ഒന്ന് വെടിയെങ്കിലും വെക്കണം ഗൈസ്, അല്ലെങ്കിൽ നടക്കൂല. അത് നമ്മളെ കണ്ടുപിടിക്കും. ഓക്കെ ഗൈസ്, ഇവിടെ എവിടെയെങ്കിലും കാണാനായിട്ട് സാധ്യതയുണ്ട് ഗൈസ്. കണ്ടാൽ പിന്നെ പെടും ഗൈസ്. എന്തായാലും ഉറപ്പായിട്ടും നമ്മൾ പെടും. ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. ഓ വാട്ട് ഗൈസ്, ഇത് മറ്റേ പാവം, ഇത് പാവമാണ് ഗൈസ്. ഇത് നമ്മളെ കൊല്ലൂല എന്നാണ് എല്ലാവരും പറയുന്നത്. അതാണ്ട് ഇത് ഗൈസ്, ഇതിൻ്റെ അടുത്ത് നമുക്ക് പോവാം. പക്ഷെ ബാക്കിയുള്ള ഡിനോസറസൊക്കെ ആണ് കൊല്ലുന്നതെന്നാണ് ഈ നാട്ടുകാർ പറഞ്ഞ് കൂട്ടുന്നത്. നമുക്കൊന്ന് ഇതിൻ്റെ അടുത്തൊന്ന് പോയി നോക്കാം ഗൈസ്. ഒരു വലിയ സാധനം, ഈ സാധനത്തിൻ്റെയും
ഓ ഗൈസ് ഇവിടെ ആനിമൽസ് ഉണ്ട് എന്ന് നമുക്ക് ഇപ്പോഴാണ് പിടി കിട്ടിയത്. ദാണ്ടേ നമ്മളെ ഒരു സാധനം കേസ് വലിയ തലകളൊക്കെ സാധനമാണ്. അങ്ങനെ വേറെ വല്ല സാധനം വെച്ച ഇടയിൽ കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കഥ ഇപ്പം കേസ്. അതുകൊണ്ടാണ് ഗൈസ് ആ പോലീസുകാർ വിളിക്കുന്നുണ്ടല്ലേ. എന്താ സാറേ പോലീസ് സാറേ? എടാ നീ അവിടെ വല്ലോ ഇതിനെ കണ്ട? ഏതിനാ? ആനിമൽസിനെയൊക്കെ കണ്ട് സാറേ. ഇപ്പൊ ആനിമൽസൊക്കെ ഉണ്ടല്ലേ? ആനിമൽസൊക്കെ ഉണ്ട്. അപ്പൊ ആനിമൽസൊക്കെ ഉണ്ട്. ഓ സാറേ ആനിമൽസൊക്കെ ഇവിടെ പവറായിട്ട് ആനിമൽസൊക്കെ ഉണ്ട്. ഓടേ നമ്മളെല്ലാം കടിച്ചെടുത്തോണ്ട് പോയാലോ. എടാ നീ എങ്ങനെയാണ് ഇത്ര ധൈര്യത്തിലൊക്കെ അങ്ങോട്ട് പോയത്? സാറെ പറയാൻ പറ്റൂല സാറേ, ചിലപ്പം എന്നെയും കടിക്കും. ഓക്കെ ഗൈസ്, ഞാൻ കട്ട് ചെയ്തിട്ടില്ലേ, ഞാൻ ഈ കാറിൻ്റെ ഡിസ്പ്ലേ വഴി സംസാരിക്കാം. ഓ സാർ ഞാൻ തരണോ കട്ട് ചെയ്തോണ്ട് പോയോ? എടാ അല്ല സാറേ, എന്തുവാ ഞാനിപ്പോൾ വണ്ടിയുടെ ഡിസ്പ്ലേ ആണോ വിളിക്കുന്ന, വണ്ടിയുടെ ഡിസ്പ്ലേയിൽ. അതുകൊണ്ട് എന്തുവാ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് വണ്ടിയുടെ ഡിസ്പ്ലേ വിളിച്ച. ഓ ഓ ഓ തീരെ സോർച്ചി, വണ്ടിയുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, നീ പറപ്പിച്ച് വിടാണെന്നാണല്ലോ തോന്നുന്നത്. സാറേ പൊന്ന് സാറേ, ഇവിടെ എങ്ങും അയ്യോ അയ്യോ എന്റെ പറ്റേ എത്ര പോണേ സാറേ, എന്റെ പറ്റി സാറേ, വിട്ട് 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 വിട്ടേ 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 വിട്ടേ. അയ്യോ 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 ഗൈസ്, ബാക്കിലുണ്ട് സാറേ. ഡൈനോസർ സാറേ, ഡൈനോസർ. അയ്യോ അടുത്ത ഡൈനോസർ, എൻ്റെ പൊന്നു പോലെ ഓടോ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 . അയ്യോ ഇറങ്ങി ഓടറാ. അപ്പം ഡൈനോസറൊക്കെ ഇവിടെ ഉണ്ടറാ. അയ്യോ ഡൈനോസർ മറ്റേത് മാത്രമേ കടിക്കാതെ ഉള്ളൂ ഗൈസ്, ബാക്കിയുള്ള എല്ലാം കടിക്കും ഗൈസ്. നമുക്ക് നേരെ ജുറാസിക് പാർക്കിൻ്റെ മറ്റേ വെളിയിലോട്ട് പോവാം, അല്ലാതെ നടക്കൂല. ബാക്കിൽ ഫുൾ എൻ്റെ ഡൈനോസർ വളയാണെന്നാണ് തോന്നുന്നത് ഗൈസ്. ഡൈനോസർ പോയിട്ടുണ്ട് ഗൈസ്, ജസ്റ്റ് മിസ്സാണ് ഗൈസ്. നമ്മളങ്ങനെ ചത്തു പോയി കഴിഞ്ഞാൽ കത്തമാവും ഗൈസ്, നമ്മൾ ഒന്ന് വേസ്റ്റഡ് ആവും. ഓക്കെ നമുക്ക് നേരെ ഗേറ്റിൻ്റെ അവിടോട്ട് പോവാം. എന്നിട്ട് നമുക്ക് ഗേറ്റ് തുറന്ന് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാം ഗൈസ്. ഗേറ്റൊക്കെ എവിടെയാണ് ഇവിടെ? എൻ്റെ അമ്മച്ചി അവിടെ ഗേറ്റൊന്നും ഇല്ലേ? യോ ഗേറ്റ് കാണാനല്ലേ? യോ ജുറാസിക് പാർക്കിൽ ഞാൻ കുടുങ്ങിയേ. തട്ടാരെ ഓടി വരേ ഗായ്സ്. ഇവിടെ നമ്മൾ വിളിച്ചാൽ പോലും കേൾക്കൂല ഗൈസ്. എന്തെന്ന് വിചാരിച്ചാ ഇവിടെ വിളിക്കാൻ പറ്റൂല. വിളിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തുള്ള ആൾക്കാരും കേൾക്കൂല. ഞാൻ നേരെ ഡോർ തുറന്ന് പോയിട്ട് കാണാം. ഞാൻ ഡോർ തുറന്ന് നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഡിഫൻഡർ കാർ അതിൻ്റെ അകത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. എനിക്ക് വയ്യ ഗൈസിന് പോയി എടുക്കാൻ. നമുക്ക് വല്ല സൈക്കിൾ വല്ലതും എടുക്കാം. കേസ് എനിക്കായിരുന്നു ഒരു കുതിരേനെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ കുതിരേനെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പം ഞാനായിരുന്ന ഇനി കുതിരയിൽ കയറി പോവാം, അല്ലാതെ നടക്കൂല ഗൈസ്. ഇവിടെ ആയിരുന്നാൽ എന്തുവാ കുതിരേനെ ഞാൻ എങ്ങനെ കിട്ടിയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കുതിരേനെയൊക്കെ ഒപ്പിക്കാനായിട്ട് പാടാണ്. ഇവിടെ നമ്മളൊരു കുതിര ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു, അതിനെയാണ് നമ്മൾ പിടിച്ചത്. ഓക്കെ, അപ്പോൾ ഈ കുതിര നമ്മളെ കൺട്രോളിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നേരെ ഓടിച്ച് പറപ്പിച്ച് വിടാൻ കഴിയും, അല്ലാതെ നടക്കൂല. എൻ്റെ പൊന്നു മോനെ, അതിൻ്റെ അകത്ത് ഞാൻ കണ്ട നിങ്ങൾ പറയുന്നില്ല ഗൈസ്, സോ പവറായിരുന്നു അവിടെ എന്ന് പറഞ്ഞാൽ. അവിടെ എന്തുവാ ഗൈസ്, എന്തൊക്കെ ഉണ്ട്. അതൊന്നും പറയാനായിട്ട് പറ്റാത്ത സാധനങ്ങളാണ് ഗൈസ്. എന്തൊരു ഡിനോസർ നമ്മൾ ലാസ്റ്റ് പെട്ടായിരുന്നു. ഓ ഗൈസ്,
ലാസ്റ്റ് നമ്മൾ പെട്ടാണ് ഗൈസ്. പൊന്നു മോനെ, ലാസ്റ്റ് നമ്മൾ പെട്ടുപോയി. ഓ, ഈ കുതിരയെ തന്നെ എങ്ങനെങ്കിലും പോകണം, അതാണ് പ്രശ്നം. ചാടി ചാടി പോവാം ഗൈസ്. ഊതാ റോഡെത്തി 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 റോഡെത്തി. ഓക്കെ ഗൈസ്, റോഡെത്തിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഗൈസ്, നമ്മൾ മറ്റേ ചെറുക്കനെ വിളിക്കാം. യോ ഗൈസ്, ഒന്ന് ഇറങ്ങട്ടെ, എന്നിട്ട് മറ്റേ ചെറുക്കനെ വിളിക്കാം. ഓ ഗൈസ്, ഇനി നമുക്ക് മറ്റേ ചെറുക്കനെ വിളിക്കാം. എടാ ഗൈസ്, നമ്പർ വിളിക്കാം ഗൈസ്. ഇതാണോ എൻ്റെ നമ്പർ? ഓടാ മറ്റേ, ഓ ചേട്ടാ ചേട്ടാ, എടേ മുത്തേടാ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഇനി പോയി പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞതേ. അവിടെ ഇരുന്ന് CCTV ക്യാമറ ഉണ്ട് ഗൈസ്, അത് ഞാൻ നിങ്ങൾക്ക് പറയാൻ മറന്നുപോയി. ഓ, CCTV ക്യാമറ ഉണ്ടോ? അത് ഞാൻ ഗൈസിൻ്റെ അടുത്ത് പറഞ്ഞാണ്, എന്നാലും പ്രശ്നമല്ല, നീ കേട്ടല്ലോ. CCTV ക്യാമറ എന്ന് പറഞ്ഞാൽ അപ്പോൾ CCTV ക്യാമറ എന്നെ നോക്കാനായിട്ട് അവിടെ CCTV ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് പോലീസ് അറിയിപ്പ് പിടിയിട്ട് കാണും. ന്യൂസിലൊക്കെ ചിലപ്പോൾ വന്നാണ് ഗൈസ്. ഓ, ന്യൂസിലൊക്കെ എന്താണ് ചേട്ടാ? പവറായിരിക്കും, പവറായിരിക്കും, എന്തായാലും ഉറപ്പായിട്ട് ന്യൂസിൽ വന്നു കാണും. പവർ. എൻ്റെ പൊന്നു പോലെ എനിക്ക് നല്ല സന്തോഷമുണ്ട് ഗൈസ്. എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ പരിപാടികൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആണ്. എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴാണ് ഇത് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോയേനെ ഗൈസ്, ഉറപ്പായിട്ട് പെട്ടേനെ. നമ്മൾ പെടേണ്ട ആയിരുന്നു. ഓക്കെ, എങ്ങനെയോ നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ്, രക്ഷപ്പെട്ടു. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം. ഗൈസ്, നമ്മളിങ്ങനെ ബാഗൊക്കെ ഊരി വെച്ച് നമ്മൾ നേരെ വീട്ടിലെത്തിയാണ്. എൻ്റെ പൊന്നു മോനെ ഗൈസ്, ഭയങ്കര പാടായിരുന്നു. നമുക്ക് നേരെ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി പറയാം ഗൈസ്. ഓക്കെ, അവരെന്തായാലും കണ്ടു കാണും, എന്നാലും പ്രശ്നമില്ല, നമുക്കൊന്ന് പോയൊന്ന് ഉറപ്പിച്ചേക്കാം. അവർ കണ്ടു കാണുമെന്ന് ഡൗട്ടുണ്ട്. ഓക്കെ ഗൈസ്, റെഡി എന്ന് പറഞ്ഞാൽ അപ്പാരം റെഡി ആയിട്ടുണ്ട് ഗൈസ്, എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഗൈസ്, എല്ലാവരും ശബ്ദത്തിന് വല്ല പ്രശ്നം ഉണ്ടെന്ന് പറയുക. എന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വരുന്ന മൂക്കടപ്പാണ്, പിന്നെ തലവേനയും. അതുകൊണ്ട് ഓക്കെ, ശബ്ദം കേൾക്കുന്നുണ്ടോ, നല്ലോണം കേൾക്കുന്നുണ്ടോ എന്തൊക്കെ അത് പറയൂ. ഓക്കെ ഗൈസ്, മൂക്കടപ്പാണ്, മൂക്കടപ്പുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളിനി പോയി പോലീസ് സ്റ്റേഷനിൽ ചോദിക്കാനായിട്ട് പോവുകയാണ്. പോലീസ് സ്റ്റേഷനിൽ പോകണ്ട ഗൈസ്, അവരൊക്കെ അറിഞ്ഞു കാണും. എനിക്ക് ഭയങ്കരമായിട്ട് രോമാഞ്ചം എടുക്കുന്നു. അപ്പോൾ അയ്യോ ഞാനാണ് അപ്പോൾ കാഴ്ചതൊക്കെ അവിടെ നിന്ന് പറയുന്നല്ലേ ആരോ? ഞാനാണ് ഇവിടുത്തെ പോലീസ് ഇൻസ്പെക്ടർ. ആർക്കും പറഞ്ഞുകൂടാത്ത പോലീസ് ഇൻസ്പെക്ടർ. ഞാനിവിടെ കൈകാര്യം ചെയ്യുന്ന. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ ഒന്നും ഒരു പോലീസ് ഓഫീസർ വന്നില്ല എന്നാണ് തോന്നുന്നത്. പ്രശ്നമില്ല സാറേ, നമ്മളെ ASK യൂട്യൂബ് ചാനലിലെ ആളില്ലേ, അയാളായിരുന്നാലില്ലേ ജുറാസിക് വേൾഡിൽ പോയി സാറേ, ജുറാസിക് വേൾഡിൽ പോയി സെർച്ചിങ് ഒക്കെ ചെയ്ത്. ജുറാസിക് വേൾഡിൽ പോയോ? അതായത് ജുറാസിക്, അതിൻ്റെ ശബ്ദമൊക്കെ മാറിപ്പോണു. സാറിൻ്റെ ശബ്ദം എന്താണ് സാറേ മാറുന്നത്? അതിൻ്റെ ശബ്ദമൊക്കെ മാറിപ്പോട്ടാ, പ്രശ്നമല്ല. എന്തെന്ന് വെച്ചാൽ എന്തോ പറയാ, അവ കൊള്ളാല്ലേ അവനെ, ഏതാന്ന് എനിക്കൊന്ന് അറിയണം. അവൻ്റെ വീടോ അപ്പുറത്ത് സാറേ, അപ്പുറത്താ, അപ്പുറത്താ. അവനെങ്ങനെയാ? അവൻ തന്നെ. ഞാൻ ഫുട്ടേജ് കാണിച്ച് തരാം സാറേ. കാണിച്ചാ, വന്ന് കാണിച്ചാ. സാറേ, ഇതാണ് CCTV ഫുട്ടേജ്, കണ്ടല്ലോ. എൻ്റെ പൊന്നു മോനെ, പവറുണ്ട് കേട്ടോ അവൻ. തന്നെ ഇത് നല്ല ഗണ്ണല്ലേടോ. അതിൻ്റെ അകത്തിരുന്നേന് ആ സ്നൈപ്പർ ഷൂട്ട് ചെയ്ത് നോക്കോ.
ഓക്കെ ഓക്കെ, നല്ല കണ്ണൊക്കെ തന്നെ. അപ്പോൾ ഗായ്സ്, എല്ലാവരും നമ്മളെ SK ഗെയിം ചാനലിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടുത്തെ പോലീസ് ഓഫീസർ നമ്മളെ ഇവിടുത്തെ വീഡിയോ ഇവിടെ വെച്ച് കൊണ്ടുപോയാണ്. അപ്പോൾ നമ്മൾ എൻ്റെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വേണ്ടി അപ്പോൾ നമ്മൾ ബൈ പറഞ്ഞുണ്ട് നമ്മൾ എൻ്റെ വീഡിയോ വെച്ച് വേണ്ടി ബൈ.